വിശ്വസിക്കാൻ പ്രയാസമുള്ള എത്രയോ സംഗതികളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. നമ്മൾക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്തത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നമ്മൾക്ക് ചുറ്റും നമ്മൾക്കൊന്ന് കണ്ണോടിച്ചാൽ ചിലപ്പോൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ടും സാധിക്കും. സ്ത്രീകളെ ഏറ്റവും മോശമായ രീതിയിൽ കാണുകയും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും എത്രമാത്രം അവരെ ക്രൂരമായി പീഡിപ്പിക്കാം അല്ലെങ്കിൽ ക്രൂരമായി അവരുടെ ജീവിതത്തെ മാറ്റാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. ചുറ്റുപാടുകൾ ധാരാളം വളർന്നു, സാങ്കേതികവിദ്യ ധാരാളം വിപുലമായിട്ടുണ്ട്. എല്ലാ സംവിധാന ക്രമങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട്. നിയമത്തിൻ്റെ സഹായം പഴയതുപോലെ അല്ല. എല്ലാം വളരെ ത്വരിതഗതിയിൽ നമുക്ക് ലഭ്യമായിരുന്നിട്ട് പോലും അമ്മമാരും സ്ത്രീകളും നിസ്സഹായരായി പലപ്പോഴും പല സ്ഥലങ്ങളിലും തേങ്ങുകയും ഹൃദയം പൊട്ടി കരയുകയും ചെയ്യുന്നത് ഇപ്പോഴും ഒരു വലിയ തോതിൽ നടക്കുന്ന സംഗതിയാണ്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ചില കഥകൾ കേട്ടാൽ അല്ലെങ്കിൽ ചില ജീവിതങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരികയില്ല. കാരണം ഇങ്ങനെയൊക്കെ നമ്മളുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിതങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടോ എന്നുള്ള ആകാംക്ഷ അല്ലെന്നുണ്ടെങ്കിൽ അത്ഭുതമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. പക്ഷേ ശരിയായി പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ധാരാളം ജീവിതങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്, നമ്മൾ കാണാതെ പോകുന്നു എന്ന് മാത്രം. ജയന്തിയുടെ സ്ഥലം ഞാൻ പറഞ്ഞു പാലക്കാടാണ്. പാലക്കാട്ടെ ഉള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജയന്തി ജനിച്ചതും വളർന്നതും. തൻ്റെ 13ാമത്തെ വയസ്സിൽ ജയന്തിക്ക് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ജയന്തി ഒരേ ഒരു മകളായിരുന്നു. ജയന്തിയുടെ അച്ഛന് തുണിക്കച്ചവടമായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നും മറ്റും സൂററ്റിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തുണി എടുത്തുകൊണ്ട് വന്ന് പാലക്കാട് വിൽക്കുക, ഹോൾസെയിൽ രീതിയിൽ വിൽക്കുകയായിരുന്നു ജയന്തിയുടെ അച്ഛൻ്റെ ജോലി. എപ്പോഴും മുംബൈക്ക് യാത്ര ചെയ്യുക അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് മുംബൈ മലയാളിയായ രാജലക്ഷ്മിയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. രാജലക്ഷ്മിയെ പലതവണ അദ്ദേഹം മുംബൈയിൽ വെച്ച് കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. അത് പിന്നീട് രാജലക്ഷ്മിയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ അയാൾ നിർബന്ധിതനായി തീരുകയാണ് പിന്നീടുണ്ടായത്. അങ്ങനെ ജയന്തിയുടെ 14ാമത്തെ വയസ്സിൽ രാജലക്ഷ്മി ജയന്തിയുടെ രണ്ടാനമ്മയായി പാലക്കാട്ടേക്ക് കടന്നു വന്നു. ജയന്തി പാലക്കാട്ട് രാജലക്ഷ്മി എത്തിയതിന് ശേഷം ജയന്തിയുടെ ജീവിതം തീർത്തും ദുരിതപൂർണമാകുകയാണ് ചെയ്തിരുന്നത്. കാരണം രാജലക്ഷ്മിയുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ജയന്തിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കുക എന്നത് മാത്രമായിരുന്നു. മുംബൈയിൽ നിന്ന് രാജലക്ഷ്മി വിവാഹം കഴിച്ച പാലക്കാട്ട് എത്തിയെങ്കിലും ഭാര്യയും ഭർത്താവും മിക്കവാറുമൊക്കെ ഈ തുണിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ഭർത്താവ് പോകുന്നതോടൊപ്പം തന്നെ രാജലക്ഷ്മി മുംബൈയിലേക്ക് പോകുക സാധാരണ സംഭവമായി മാറി. അങ്ങനെ ഒരു തവണ രാജലക്ഷ്മിയും ഭർത്താവും മുംബൈയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവർ ജയന്തിക്ക് ഒരു വിവാഹ ആലോചനയുമായിട്ടാണ് വന്നത്. ജയന്തിക്ക് 15 വയസ്സ് തികഞ്ഞിട്ടില്ല. പക്ഷേ ഭർത്താവ് ആയ രാജലക്ഷ്മിയുടെ ഭർത്താവും ജയന്തിയുടെ അച്ഛനായ ആ മനുഷ്യനെ രാജലക്ഷ്മി വശംവദയാക്കുകയും അവർ പറയുന്നതിനൊത്ത് തുള്ളുന്ന ഒരു പാവയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ തൻ്റെ 15ാമത്തെ വയസ്സിൽ ജയന്തി വിവാഹം കഴിഞ്ഞ് മുംബൈയിലേക്ക് എത്തപ്പെടുകയാണ്. ശരിയായി പറഞ്ഞാൽ അതൊരു വിവാഹമായിരുന്നില്ല. 36 വയസ്സുള്ള ഒരാൾക്ക് രാജലക്ഷ്മി ജയന്തിയെ 1.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഈ സംഭവം നടക്കുന്നത് 1985-ലാണ്. 1985 ഷിൻഡെ എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, 35-കാരനായ അയാൾ രാജലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു മുംബൈ മലയാളി സ്ത്രീയിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൊടുത്ത് ജയന്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങുകയും തൻ്റെ ഭാര്യ ആയിട്ട്
തൻ്റെ നാട്ടിൽ കൊണ്ടുപോകാതെ അയാൾ രസായനിക്കാരനാണ്. റൈഗാഡ് രസായനി മേഖലയിൽ ഉള്ളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ ഷിൻഡെ എന്ന് പറഞ്ഞ ആളുടെ കുടുംബം. പക്ഷേ വീട്ടുകാരെയും നാട്ടുകാരെയും ആരെയും അറിയിക്കാതെ അയാൾ ന്യൂ ബോംബെയിലുള്ള കോപ്പർഖർണ എന്ന സ്ഥലത്ത് ജയന്തി എന്ന് പറഞ്ഞ 15-കാരിയായ പെൺകുട്ടിയെ ഭാര്യയായി കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു. തൻ്റെ 15-ാമത്തെ വയസ്സിൽ ആണ് ജയന്തിയുടെ ജീവിതത്തിലേക്ക് ഷിൻഡെ എന്ന് പറഞ്ഞ കാപാലികനായിട്ടുള്ള സാഡിസ്റ്റായിട്ടുള്ള ആ മനുഷ്യൻ കടന്നു വന്നത്. അന്ന് മുതൽക്ക് ജയന്തിയുടെ ജീവിതത്തിൽ കഷ്ടകാലവും നരക യാതനയും ആരംഭിക്കുകയായിരുന്നു. മുംബൈയിലെത്തിയ അന്ന് തന്നെ, ആ ആദ്യത്തെ ദിവസം തന്നെ അയാൾ ചെയ്തത്, ആ മുറിയിൽ, അയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുറിയിൽ, ഒരു മുറിയിൽ ജയന്തിയെ ചെങ്ങലയിൽ ബന്ധിക്കുകയാണ് അയാൾ ആദ്യമായി ചെയ്തത്. നീണ്ട 8 വർഷക്കാലം ആ മുറിയിൽ ചെങ്ങലയിൽ ബന്ധിതയായി ജയന്തി എന്ന് പറഞ്ഞ പെൺകുട്ടി 15 വയസ്സ് മുതൽ തൻ്റെ 22-ാമത്തെ വയസ്സ് വരെ ആ രീതിയിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയുടെ ജീവിത അവസ്ഥ എത്രമാത്രം ക്രൂരവും പൈശാചികവും പരിതാപകരവുമായ അവസ്ഥയിൽ കൂടിയിട്ടാണ് ജയന്തി എന്ന് പറഞ്ഞ ആ കൗമാരക്കാരി കടന്നു പോവുകയും തൻ്റെ യൗവനത്തിൻ്റെ ആരംഭം മുതൽ കൗമാരം കംപ്ലീറ്റ് ഉള്ള സമയവും യൗവനത്തിൻ്റെ ആരംഭമായ അപ് ടു 22 വയസ്സ് വരെ, അതായത് നീണ്ട 7 വർഷക്കാലം ചെങ്ങലയിൽ, ഇരുമ്പ് ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട രീതിയിലാണ് ജയന്തിയെ അയാൾ ആ മുറിയിൽ അടച്ചിട്ടിരുന്നത്. വളരെ നീണ്ട ചെങ്ങലയിലാണ് അയാൾ ജയന്തിയെ ബന്ധിച്ചിരുന്നത് ആ മുറിയിൽ. മുംബൈയിലുള്ള മുറികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയാണ്. അതിനകത്ത് അതിൻ്റെ സൈഡിൽ മോറി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ മോറിയുടെ അടുത്താണ് ആഹാരമൊക്കെ പാചകം ചെയ്തത്. മോറി എന്ന് പറഞ്ഞാൽ അത് ഈ കഴുകുവാനും തുണി നനയ്ക്കുവാനും അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുവാനൊക്കെ ഉള്ള സ്ഥലത്തെയാണ് ഈ മോറി എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു കട്ടിലോ മറ്റോ ഇട്ടിട്ടാണ് അവിടെയാണ് ഉറങ്ങുകയും മറ്റും ചെയ്യുന്നത്. അതോടനുബന്ധിച്ച് തന്നെ ആ ഒറ്റമുറിയുടെ, ഒരു ഫ്ലാറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഒരു ഒറ്റമുറി ബിൽഡിങ്ങാണ്. അത്തരത്തിലുള്ള ചോപ്പടപ്പെട്ടിയല്ല, അത്തരത്തിലുള്ള ധാരാളം ഒറ്റമുറികളുള്ള ധാരാളം ഭവനങ്ങൾ അന്നത്തെ കാലത്ത് മുംബൈയിൽ സുലഭമായിരുന്നു. എസ്പെഷ്യലി ന്യൂ ബോംബെയിൽ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. വെറുതെ ചതുരപ്പെട്ടികൾ പോലെ നിരത്തിയ, താഴെ ഒരു നില മുകളിൽ ഒരു നില, താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ, വെറും തീപ്പെട്ടിക്കൂടുകൾ പോലെയുള്ള ചതുരത്തിലുള്ള നീണ്ട കുറേ റൂമുകളാണ്. ഒരേ ലൈനിൽ തന്നെ 20ഉം 25ഉം റൂമുകൾ താഴെയും 20ഉം 25ഉം അത്രയും തന്നെ റൂമുകൾ മുകളിലുമുള്ള ഒരു സംവിധാനക്രമമായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള റൂമുകൾ, അത്തരത്തിലുള്ള ആ സംവിധാനം മുംബൈയിലെങ്ങും കാണാൻ സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ, പഴയ രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഇപ്പോഴും സുലഭമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഈ പറഞ്ഞ റൂമിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഷിൻഡെ നമ്മുടെ ജയന്തിയെ ചെങ്ങലയിൽ ബന്ധിച്ച് ഒരു പട്ടിയെ പോലെ, ശരിയായ ഒരു വളർത്തു നായയെ പോലെ അവിടെ ബന്ധിച്ച് ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞു, അയാളൊരു പോലീസുകാരനായിരുന്നു, തുർബ സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു അയാൾ വളരെ സാഡിസ്റ്റായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. എങ്ങനെയൊക്കെ ഒരു മനുഷ്യജീവിയെ പീഡിപ്പിക്കാമോ, അല്ലെങ്കിൽ തൻ്റെ ആ പ്രത്യേക തരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങൾ എങ്ങനെയൊക്കെ ഒരു മനുഷ്യജീവിയോട് കാണിക്കാമോ അതൊക്കെ കണ്ട് ആനന്ദ നിർവൃതി അടയുക എന്നതായിരുന്നു അയാളുടെ സ്വഭാവ രീതികൾ. അയാൾ 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ജയന്തി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടീനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ ആ രീതിയിലൊക്കെ പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ധാരാളമായി ഉപദ്രവിക്കുകയും ചെയ്തു. തൻ്റെ ജയന്തിയുടെ 2 കാലുകളിലും വളയം പോലെയുള്ള, നമ്മൾ വലിയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ കൊടും ക്രിമിനലുകളെയൊക്കെ നമ്മൾ ഈ ചെങ്ങലക്കിടുന്ന് കണ്ടിട്ടില്ലേ, അതുപോലെയുള്ള ഒരു ചെങ്ങലയിലായിരുന്നു അയാൾ ജയന്തിയെ ബന്ധിച്ചിരുന്നത്. എല്ലാ ദിവസവും ജയന്തിയുടെ ശരീരത്ത് തീപ്പൊള്ളലേൽപ്പിക്കുക, ബെൽറ്റ് കൊണ്ട് അടിക്കുക, ജയന്തിയുടെ കണ്ണിലും വായിലും മൂക്കിലുമൊക്കെ മുളക് പൊടി തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ കരയാനായിട്ട് തുനിയുന്ന ജയന്തിയുടെ വായിൽ തുണിയും മറ്റും കുത്തിത്തിരുകിയിട്ട് ശ്വാസം മുട്ടിക്കുക. അങ്ങനെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ഒരുമാതിരിയുള്ള ഒരു സീരിയൽ കില്ലറിൻ്റെ സ്വഭാവ വൈചിത്ര്യങ്ങൾ വെച്ചിട്ടാണ് ഷിൻഡെ എന്ന് പറഞ്ഞ ഈ കാപാലികൻ ജയന്തി എന്ന് പറഞ്ഞ ആ മലയാളി പെൺകുട്ടിയോട് കാണിച്ചിരുന്നത്.
1992 ഞാൻ മുംബൈയിലേക്ക് മെറ്റാലസ് കോർപ്പറേഷൻ എന്ന ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ലഭിച്ച് ആദ്യമായി മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്നത്. മുംബൈയിലെ കുറച്ച് സമയം ഞാൻ വാശി ടൗൺഷിപ്പിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അതിനുശേഷം എനിക്ക് റൂമും മറ്റുള്ള സംഗതികളൊക്കെ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ലഭിച്ചതുകൊണ്ടും വാടക കുറവായതുകൊണ്ടും ഞാൻ കോപ്പർഖർണയിലേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. ഞാൻ കോപ്പർഖർണയിലേക്ക് താമസം മാറുമ്പോൾ എൻ്റെ കൂടെ മാവേലിക്കരയിൽ താമസിക്കുന്ന മാവേലിക്കരക്കാരനായ സിജോയും കണ്ണൂരുകാരനായ ടോമിയും എൻ്റെ ഒപ്പം റൂം ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. സിജോ അക്കൗണ്ടൻ്റായിരുന്നു, ടോമി വെൽഡറായിരുന്നു. അദ്ദേഹം എക്സ്റേ വെൽഡറായിരുന്നു. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു വെൽഡറായിരുന്നു. കണ്ണൂരുകാരനായിട്ടുള്ള നന്നായിട്ട് കറുത്ത എന്നാൽ കാണാൻ വളരെ ഭംഗിയുള്ള ആളായിരുന്നു ടോമി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ. ഞങ്ങൾ താമസിച്ചിരുന്നത് കോപ്പർഖർണയിലെ ഈ ഷിൻഡയുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വിസിബിളായിട്ടുള്ള അതേ റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ജനാല തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഷിൻഡയുടെ റൂമിലാണ്. അവിടെ ഒരാൾ താമസിക്കുന്നു എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അവിടെ എപ്പോഴും ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കോ അവിടെയുള്ള ആർക്കും അറിയാനായി സാധിക്കുമായിരുന്നില്ല. കാരണം ആ റൂം എപ്പോഴും അടഞ്ഞു കിടന്നിരുന്നു. ഇയാൾ പല സമയത്താണ് പോലീസുകാരൻ്റെ ഡ്യൂട്ടി. പല സമയത്ത് അവിടെ എത്തുകയും പല സമയത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അയാൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അവിടെ ഭക്ഷണം മറ്റുള്ള ഈ പോലീസുകാരനായതുകൊണ്ടും മറാഠി ആയതുകൊണ്ടും ഈ കോപ്പർഖർണയിലുള്ള ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെല്ലാവരും മിക്കവാറുമുള്ള 99% ആളുകളും മറ്റുള്ള സംസ്ഥാനത്തെ ആളുകളാണ്. തമിഴന്മാരും തെലുങ്കരും പിന്നെ കർണാടകക്കാരും ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളാണ്. മലയാളികളൊക്കെ ഉണ്ട് അവർ താമസിച്ചിരുന്നത്. അവിടെ ഒരു മറാഠി താമസിക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ മറ്റുള്ളവർക്ക് വളരെ കുറവാണ്. എസ്പെഷ്യലി ഇയാളൊരു പോലീസുകാരനായതുകൊണ്ടും ഇയാളൊരു പ്രത്യേക സ്വഭാവ സവിശേഷതയുള്ള ആളായതുകൊണ്ടും അയാൾ ആരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുകയോ മിങ്കിൾ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള സെക്ടർ 14 ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ആർക്കും ഈ റൂമിൽ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്, ആ സ്ത്രീയെ ഇങ്ങനെ ചെങ്ങലക്കിട്ട് പീഡിപ്പിക്കുകയാണ്, ആ സ്ത്രീയെ ഒരു നായയെ പോലെയാണ് അയാൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഏത് രീതിയിലാണ് എങ്ങനെയാണ് അത് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് 2 കാലിലും ചെങ്ങലയിലേക്കിട്ട് വളയത്തിൽ ബന്ധിച്ച് ഒരു ഇരുമ്പ് തിണ്ടിൽ റൂമിൽ കണക്ട് ചെയ്തിട്ട്, ഇത് അയാളുടെ സ്വന്തം റൂമാണ്, അയാൾ വാങ്ങിയ റൂമാണിത്, അവിടെ കണക്ട് ചെയ്യുകയാണ്. തനിക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനും തനിക്ക് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും തനിക്ക് മൃഗീയമായി പീഡിപ്പിക്കുവാനും പീഡിപ്പിച്ച് ആ പീഡനത്തിൽ ആനന്ദ നിർവൃതി അടയുവാനും ഒക്കെയുള്ള ഒരു ജന്മം. അപ്പോൾ ഒരു സ്ത്രീയെ എത്രമാത്രം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരാൾക്ക് പീഡിപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ സാധിക്കുക, ഒരു മനുഷ്യജീവിനെ ഏതൊക്കെ രീതിയിലാണ് മൃഗീയമായിട്ട് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ച് മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിച്ച് രസിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ മാനസികാവസ്ഥ ഒന്ന് കരയാൻ പറ്റാതെ, ഒരു ജീവിതത്തിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരു നായയെ പോലെ 2 കാലിലും ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അയാളുടെ ശാരീരിക ഇംഗിതങ്ങൾ സാധിച്ചു കൊടുക്കുക, അയാൾ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, അടിക്കുമ്പോൾ, ഇടിക്കുമ്പോൾ, തൊഴിക്കുമ്പോൾ, ശരീരത്ത് പൊള്ളലേൽപ്പിക്കുമ്പോൾ, മുളക് പൊടി വാരി വിതറുമ്പോഴൊക്കെ ആർത്തൊന്ന് കരയുവാൻ പോലും സാധിക്കാതെ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാൻ പോലും കഴിയാതെ ആ രീതിയിലാണ് അയാൾ ഈ ജയന്തി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ അവിടെ താമസിപ്പിച്ചിരുന്നത്. നമുക്ക് മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം നമുക്ക് സിനിമകളിൽ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഇതൊരു കഥയുടെ മാനമോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ ഇത് സംഭവിച്ച യഥാർത്ഥത്തിലുള്ള വസ്തുതയാണ്, സത്യസന്ധമായിട്ടുള്ള സംഗതിയാണ് ഇത്. ഇതിനിടയിൽ ജയന്തി ഗർഭവതിയാകുകയും ജയന്തിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. ആ കുഞ്ഞ്
ഓർക്കണം, ആ കുഞ്ഞ് 3 മാസം വരെ ആ വീട്ടിൽ ലോകരാരും അറിയാതെ അവിടെ ജയന്തിയുടെ കുഞ്ഞ് 3 മാസം വരെ ആ റൂമിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കുഞ്ഞ് ആ റൂമിലുണ്ടായത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കുഞ്ഞൊന്ന് കരയുകയോ നിലവിളിക്കുകയോ പോലും ചെയ്യാതെ ആ റൂമിൽ ജയന്തി ആ കുഞ്ഞിനെ വളർത്തിയത്? അല്ലെങ്കിൽ ആ കുഞ്ഞ് അവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മറ്റുള്ളവർ അറിയാതിരുന്നത്? ഈ കഥകൾ ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ലോജിക്കുമായിട്ട് ഒരിക്കലും ഇതിനെ ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. പക്ഷേ ജയന്തി പ്രസവിച്ചു. ജയന്തിനെ ഒരാശുപത്രിയിലും അയാൾ കൊണ്ടുപോയില്ല. ജയന്തി ആ റൂമിലാണ് പ്രസവിച്ചത്. ജയന്തിയുടെ കുഞ്ഞ് 3 മാസം വരെ അവിടെ ഉണ്ടായിരുന്നു. 3 മാസത്തിന് ശേഷം താൻ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ എവിടേക്കോ പോയി. ആ കുഞ്ഞിനെ എവിടെയാണ് കൊണ്ടുപോയത് എന്നൊന്നും ജയന്തിക്ക് അറിയില്ലായിരുന്നു. കാരണം ജയന്തി പോകെ ആ രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് സത്യം, വസ്തുത. 1992 ഒക്ടോബർ മാസം വിജയദശമിയോട് അനുബന്ധിച്ചിട്ടുള്ള ഈ അവധി സമയമായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് 92 ടോമി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്ന കണ്ണൂരുകാരനായ തളിപ്പറമ്പുകാരനായ ടോമി മനസ്സിലാക്കിയത് ആ റൂമിൽ ഒരു സ്ത്രീ കൂടി താമസിക്കുന്നുണ്ട്, ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള കാര്യം. ഇതാരും ഒരിക്കലും ടോമി എന്നോടോ സാജനോടോ ഈ വസ്തുത പറഞ്ഞിരുന്നില്ല. എങ്ങനെയോ ടോമി അത് മനസ്സിലാക്കുകയും ആ കോപ്പർക്കരണയിലെ ബിൽഡിങ്ങിൻ്റെ പിന്നാമ്പുറത്തു കൂടി ടോമി ചെന്നിട്ട് ഈ പറയുന്ന ജയന്തിയുമായി സംസാരിക്കുകയും ജയന്തിയുടെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കാരണം കോപ്പർക്കരണയിലെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള ഉയർന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതാണ്. എങ്ങനെയാണ് ടോമി അത് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. യാദൃശ്ചികമായിട്ട് ടോമിക്ക് അവിടെ പോകാൻ സാന്ദർഭികവശാൽ പോവുകയും അങ്ങനെ അവിടെ വെച്ച് ഈ സ്ത്രീയെ കാണുകയും പിന്നീട് ടോമി ഇവരെ കണ്ടിട്ട് പിന്നീട് വീണ്ടും അവിടെ കാണാൻ പോവുകയും അവിടെ ടോമി ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഭാഗത്തുള്ള ആ വെന്റിലേറ്റർ വഴി ഈ കുട്ടിയുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുകയും അറിയുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ടോമി ഒരു എക്സ്റേ വെൽഡറാണ്. ആ എക്സ്റേ വെൽഡറായ ടോമി ആ മുറിയുടെ പിന്നിലുള്ള ജനാൽ കമ്പികൾ അറുത്ത് മുറിച്ച് ഒരു അവധി ദിവസം, അതായത് ഒക്ടോബറിലാണ്, ഞാൻ പറഞ്ഞു 1992 ഒക്ടോബർ മാസം വിജയദശമിയുടെ അവധി സമയത്താണ് ആദ്യമായി ഇവർ കാണുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 1993 മാർച്ച് മാസം ടോമി ഈ ജയന്തി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി മുംബൈയിൽ നിന്നും ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. ഈ മുംബൈയിൽ നിന്ന് ടോമി ഒളിച്ചോടിപ്പോയ സമയത്ത്, ഈ ഒളിച്ചോടി പോകുന്ന സമയത്തിന് മാർച്ച് മാസം 17-ാം തീയതിയാണ് അത് സംഭവിക്കുന്നത്. മാർച്ച് മാസം 15-ാം തീയതി ടോമി ഞങ്ങളോട് പറഞ്ഞു, ഇന്നതുപോലെയാണ് ജയന്തി എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ സ്വദേശം പാലക്കാടാണ്. ആ പെൺകുട്ടിയുടെ രണ്ടാനമ്മയായിട്ടുള്ള വിജയലക്ഷ്മി ഈ ഷിൻഡേക്ക് ഈ പെൺകുട്ടിയെ വിറ്റതാണ്. കഴിഞ്ഞ 7 വർഷമായി ഷിൻഡെ വളരെയേറെ മനുഷ്യത്വരഹിതമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറുന്നത്. ആ കുട്ടി ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയുണ്ടായി. ആ കുഞ്ഞിനെ എടുത്ത് അയാൾ എവിടേക്ക് പോയി എന്നൊന്നും ജയന്തിക്ക് അറിയില്ല. അങ്ങനെ അത്തരത്തിൽ ചെങ്ങലക്കിട്ട ജയന്തിനെ ഈ ടോമി ഈ കഥകളൊക്കെ അറിയുകയും ഇവർ തമ്മിൽ വിവരങ്ങളൊക്കെ കൈമാറുകയും അങ്ങനെ ടോമി എന്ന് പറഞ്ഞ കണ്ണൂർക്കാരന് അവിടെ നിന്ന് ഈ ജയന്തിനെ മുംബൈയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത്. 1992 ഈ സംഭവം ടോമി ഈ പെൺകുട്ടിയെ കാണുന്നത്. 93 മാർച്ചിലാണ് ഇവർ ഒളിച്ചോടി പോകുന്നത്. അതിനുശേഷം 2003, 2023, 2024, ഇപ്പോൾ 21 വർഷങ്ങൾ കഴിഞ്ഞു. നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ കഥയായി ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട്. ഈ ജയന്തിയുടെ കഥ, ടോമിയുടെ കഥ, മുംബൈയിൽ ഇങ്ങനെ സംഭവിച്ച ഇത്തരത്തിലുള്ളൊരു സംഭവം ഒരു നോവലായി ചിത്രീകരിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക്, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എഴുതണമെന്നുള്ള കാര്യം. കാരണം ഒരു അപസർപ്പക കഥ പോലെ, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലറിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എത്രയോ സംഗതികൾ ഈ ജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ജയന്തിയും ടോമിയും ഇപ്പോഴെവിടെയാണ് എന്നെനിക്കറിയില്ല.
അവർ ഒരുപക്ഷെ കണ്ണൂരോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ സുഖമായി സന്തോഷമായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നീണ്ട 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കഥ റിവീൽ ചെയ്യുകയാണ്. ഈ കഥ ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നതല്ല. ഈ കഥ ട്രാവൽ വിസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഈ കഥ എത്തിക്കണം എന്നുള്ള കാര്യം. പക്ഷേ കോപ്പർകർണയും ന്യൂ ബോംബെയും സാജനും ടോമിയും ഞാനും ജയന്തിയും ഷിൻഡയുടെ താമസ സ്ഥലവും ടോമി അനുഭവിച്ചിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വളരെ വളരെ ചുരുക്കി ഒരു മുത്തിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് വളരെ എക്സ്പാൻഷനായി പറഞ്ഞാൽ ഒരു സിനിമയല്ല, ഒരു 9 സിനിമയ്ക്കുള്ള കണ്ടൻറ്റാണ് ഈ ജയന്തിയുടെയും ടോമിയുടെയും ജീവിതത്തിൽ സംഭവിച്ചതും. സാഹസികമായിട്ടും അത്തരത്തിലുള്ള പല കാര്യങ്ങൾ പിന്നീട് നടക്കുകയുണ്ടായി. പോലീസ് കേസ് വന്നു. ഞങ്ങളെയൊക്കെ പോലീസ്, ഞാൻ അവിടെ താമസിച്ചിരുന്നു, പിന്നെ നമ്മുടെ സാജൻ അവിടെ താമസിച്ചിരുന്നു. ഒബ്വിയസ്ലി ഈ പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി പോകുമ്പോഴേക്കും ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ആളാണ് ഒളിച്ചോടി പോയത്. പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടായത്. അങ്ങനെ അതൊക്കെ ധാരാളം ഒത്തിരി കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ നിരപരാധികളാണ്, നമ്മൾക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ള കാര്യം അന്ന് മുംബൈ പോലീസിൽ അവിടെ നമ്മുടെ തുർബ പോലീസിന് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്കതിനുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ടോമി ആ കുട്ടിയുമായിട്ട് അന്ന് പോയതിന് ശേഷം പിന്നീട് ഒരിക്കലും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനോ നമ്മളുമായിട്ട് ബന്ധപ്പെടുവാനൊന്നും സാധിച്ചിരുന്നില്ല. ടോമി കണ്ണൂരുകാരനാണ്, പിന്നെ തളിപ്പറമ്പാണോ കൂത്തുപറമ്പാണോ ഞാനത് എൻ്റെ ഓർമ്മയിലില്ല. അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. ടോമി എബ്രഹാം എന്നാണ് ടോമിയുടെ പേര്. കറുത്തതാണ്, വളരെ സുമുഖനായിട്ടുള്ള എക്സ്റേ വെൽഡിംഗ് ആയിട്ടുള്ള 1992 കാലഘട്ടങ്ങളിൽ ടോമി 90-ലാണ് മുംബൈയിലെത്തിയത്. 90 മുതൽ 93 മാർച്ച് മാസം വരെ ടോമി മുംബൈയിലുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം താമസിച്ചതാണ്. എൻ്റെ കൂടെ താമസിച്ചത് 92 മിഡ് ഓഫ് 92 മുതൽ മാർച്ച് 93 വരെയാണ് താമസിച്ചിരുന്നത്. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ മെറ്റാലക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഷിപ്പിംഗ് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ടോമിയുടെയും ജയന്തിയുടെയും കഥ ഞാൻ എന്തിനാണ് നിങ്ങളോട് മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറയുവാനായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളുടെ ഒരറ്റത്ത് പോലും എത്താൻ സാധിക്കാത്ത രീതിയിലുള്ള പീഡനങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നമുക്ക് അവയിലേക്കൊന്നും എത്തപ്പെടാൻ പോലും സാധിക്കുകയില്ല. ഈ പറഞ്ഞ സംഗതി, ഈ ജയന്തിയുടെ ഈ കഥ തന്നെ, നീണ്ട 7 വർഷക്കാലം ഒരു പെൺകുട്ടി ചെങ്ങലയ്ക്കുള്ളിൽ ഒറ്റമുറി വീട്ടിൽ, ഒരു ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികാസ്വസ്ഥതയുള്ള ആളാണ് എങ്കിൽ നമുക്കതിനെക്കുറിച്ച് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇതങ്ങനെയല്ല. തൻ്റെ കൗമാരകാലം മുതൽ യൗവനത്തിൻ്റെ ആ കാലഘട്ടം വരെ 22 വർഷക്കാലം 2 കാലുകളിലും വലിയ ചെങ്ങലയുമായിട്ട് ഭിത്തിയിൽ ചെങ്ങല ഒരറ്റത്ത് തറച്ചിരുന്ന ആ രീതിയിലേക്ക് കഴിഞ്ഞു വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ എത്രമാത്രം സൗഭാഗ്യത്തിലാണ് ജീവിക്കുന്നത്, എത്രമാത്രം സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്ത്, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ ധാരാളം ആ രീതിയിലുള്ള മനുഷ്യരുണ്ട്, ആ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്. എവിടെയാണെന്നുണ്ടെങ്കിലും എന്തു തന്നെയാണെങ്കിലും ടോമിയും ജയന്തിയും സുഖമായി സന്തോഷമായി ജീവിക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ ടോമിയിലേക്കും ജയന്തിയിലേക്കും ഈ ട്രാവൽ വിത്ത് സുനുവിൻ്റെ നിങ്ങളുടെ ഈ കഥ എത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ലോകത്ത് ഏത് കോണിലാണെങ്കിലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിന് പിന്നെ എന്ത് സംഭവിച്ചു, നിങ്ങൾ ഏത് അവസ്ഥയിലാണ്, അത് ടോമി ആണെങ്കിലും ജയന്തി ആണെങ്കിലും നിങ്ങളുടെ വിവരങ്ങളുമായി തിരിച്ചെത്തണേ എന്നൊരു അപേക്ഷയുണ്ട്. അതിനെ മുൻനിർത്തി മാത്രമാണ്, അതറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട്, അറിയാനുള്ള അത്യുത്കടമായ എൻ്റെ ഇത്രയും 23 വർഷത്തെ എൻ്റെ ജിജ്ഞാസ ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ടോമി, നീ പ്ലീസ് എവിടെയാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിവരങ്ങൾ അറിയിക്കുക. ജയന്തിയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്, ജയന്തി നിൻ്റെ ഒപ്പം ഉണ്ടോ, അതോ ടോമി അല്ല ജയന്തി വേറെയാണ് എങ്കിൽ ജയന്തി നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, പാലക്കാടുള്ള ജയന്തി നിങ്ങളിത് കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ വിത്ത് സുനുവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ എൻ്റെ ടീം ട്രാവൽ വിത്ത് സുനുവിൻ്റെ എല്ലാ ആളുകളും വളരെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വിവരം ലഭിക്കുമെന്ന പ്രത്യാശയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം, താങ്ക് യു.